Praise the Lord. We are going to read Psalms 18 verses 41 to 50. സങ്കീർത്തനങ്ങൾ 18, 41 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, വായിക്കുന്നു. അവർ നിലവിളിച്ചു, രക്ഷിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമരുളിയതുമില്ല. ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു. ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു. അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു. തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചും കൊണ്ടുവരുന്നു. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. നമുക്ക് ഒരുമിച്ച് അടുത്ത വാക്യം വായിക്കും. എന്നിട്ട് രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷക്തന് ദയ കാണിക്കുന്നു. ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വരാം. പ്ലീസ് ബി സീറ്റഡ്. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2025 ഫസ്റ്റ് ടൈമാണ് എക്സോർട്ടേഷൻ എന്നുള്ള ഇതിൽ ഞാനിന്ന് വരുവാനിടയായത്. വളരെ സന്തോഷമുണ്ട്. ദൈവം ഇങ്ങനൊരു അവസരം തന്നതിനായി ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ലേ? യെസ്. സന്തോഷത്തോടെയും സുഖത്തോടെയും ഒക്കെ ആയിരിക്കാനായിട്ട് ദൈവം നമ്മളെ അവിടുന്ന് അനുവദിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ സമയത്ത് പലവിധമായ വിഷമങ്ങൾ, ഭാരങ്ങളോടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ വൈകുന്നേരം ശാന്തമായി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാനൊക്കെ ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഇന്നത്തെ വീക്കൂടെ ചേർത്ത് 3ാമത്തെ ആഴ്ചയിലാണ് നമ്മൾ 18ാമത്തെ സങ്കീർത്തനം തീരുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളിലും പ്രിയപ്പെട്ട സഹോദരങ്ങളായിരുന്നു വചനത്തിൽ നിന്ന് സംസാരിച്ചത്. ലാസ്റ്റ് അതിൻ്റെ കൺക്ലൂഷനിൽ എന്നെയും അവിടുന്ന് ഏറ്റെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. നമ്മൾ വായിച്ചത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കേട്ടുകൊണ്ടിരുന്നത് സങ്കീർത്തനങ്ങൾ 18 ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ദാവീദ് എഴുതിയതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, താൻ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും അതുപോലെ ശൗലിൻ്റെ കയ്യിൽ നിന്നും താൻ രക്ഷപ്പെട്ടതിന് ശേഷം, ഡെലിവറൻസിന് ശേഷം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ്. സകല ശത്രുക്കളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. അതിന് ശേഷമുള്ള റിജോയ്സ് ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 18ാമത്തെ സങ്കീർത്തനം. അതിനകത്ത് ഒരുപാട് വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളും അതിന് മുമ്പിട്ടുള്ള ആഴ്ചയിലും സഹോദരങ്ങൾ അത് നന്നായിട്ട് നമ്മളോട് വചനത്തിലൂടെ സംസാരിച്ചു. അതിൻ്റെ ആദ്യത്തെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതിൽ 1ാമത്തെ വാക്യം എഴുതിയിരിക്കുന്ന, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ 18ാമത്തെ സങ്കീർത്തനം താൻ ദൈവത്തോട് സംസാരിക്കുകയും അതുപോലെ ദൈവം ചെയ്ത പ്രവൃത്തികളെയൊക്കെ ഘോഷിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദാവീദിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാവീദ് എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും. 2, താൻ എന്ത് പ്രോബ്ലത്തിൽ പെട്ടാലും ദൈവത്തെ വിളിച്ച് കരഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടി എത്ര കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി, ശത്രുവിന് മുമ്പിൽ തോറ്റുപോകാൻ നിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ദാവീദ് തൻ്റെ ഹൃദയത്തിന് ഒത്ത വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്നത്. ദാവീദിൻ്റെ ആ ഒരു റിജോയ്സ് എന്ന സമയത്ത് ദൈവത്തോട് പറയുന്ന ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുന്നത്. നമുക്കറിയാം, ഈ സാക്ഷ്യം പറയുമ്പോൾ ഒരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന പറയും. ഒരു സാക്ഷ്യം പറയുമ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, സാക്ഷ്യം പറയുമ്പോൾ പറയുന്ന ആൾക്ക് ദൈവത്തിൻ്റെ സഭയുടെ മുമ്പാകെ താൻ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അതാണ് 1ാമത് സംഭവിക്കുന്നത്. 2ാമത്, ദൈവനാമം മഹത്വപ്പെടുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് അടുത്തിരിക്കുന്നവർക്കൊരു എൻകറേജ്മെൻ്റാണ്. നാളെ ഇങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നാൽ ഞാൻ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കും, അതിന്മേൽ ജയമെടുക്കും, ഇതുപോലൊരു സാക്ഷ്യമായി എനിക്കും നിൽക്കുവാൻ ദൈവം അവിടുന്ന് സമയത്തെ തരുമെന്നുള്ള ഒരു എൻകറേജ്മെൻറ്റ്. അങ്ങനെ 3 കാര്യമാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് വചനത്തിൽ ദാവീദ് ഈ ജയം നേടിയതിന് ശേഷം എഴുതിയിരിക്കുന്ന വചനങ്ങൾ നമ്മളെ വളരെ എൻകറേജ് ചെയ്യുന്നതാണ്. അതിൻ്റെ 1ാമത്തെ വാക്യം നാം വായിച്ച, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്കറിയാം,
സ്നേഹിക്കുക എന്നുള്ളത് വളരെ ഒരു ഭയങ്കര ഒരു ഡീപ്പ് മീനിങ് ഉള്ളൊരു വാക്കാണ് അല്ലേ? ദൈവത്തോട് പ്രത്യേകിച്ചും ദാവീദ് ഇവിടെ പറയുന്നത് നല്ല മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഒരാളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം. നമ്മളിപ്പം കുഞ്ഞുങ്ങളോട് പറയാം ലവ് യു സൺ എന്ന് പറയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുകയാണ്, ഞാൻ എൻ്റെ പിതാവിനാൽ അല്ലെ എൻ്റെ മദറിനാൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നു. അതുപോലെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ, ഹസ്ബൻഡ് വൈഫിനോട് പറയുമ്പോൾ വൈഫിനുണ്ടാകുന്ന സന്തോഷം ഹസ്ബൻഡ് തന്നെ സ്നേഹിക്കുന്നു. അതുപോലെ വൈഫ് ഹസ്ബൻഡിനോട് പറയുമ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളൊരാളോട് പറയുകയാണ്, ഇത് ദാവീദ് ഇവിടെ ദൈവത്തോട് പറയുകയാണ്, ഞാൻ സ്നേഹിക്കുന്നു. എന്നാൽ ചില ഭാര്യമാരൊക്കെ എടുത്ത് പറയുമ്പോൾ ലവ് യു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കും. ഇല്ലേ? അങ്ങനെ ഉണ്ടോ? ഇങ്ങനെയുള്ളവരാരും നമ്മുടെ ചർച്ചിലില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പിന്നെ ഈ ലവ് യു ഒക്കെ പറയുമ്പോൾ സമയവും സാഹചര്യമൊക്കെ നോക്കിയേ പറയാവൂ. കയ്യിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉള്ളപ്പം നമ്മൾ പോയി ലവ് യു ഒന്നും പറയരുത്. കാരണം ഇൻജൂറിസ്റ്റ് ഹെൽത്തായിട്ട് മാറും അത്. അതുകൊണ്ട് വളരെ സാഹചര്യം നോക്കി വേണം ലവ് യു ഒക്കെ പറയാം. അത് എന്ത് പറഞ്ഞ പോലെ ലവ് യു എന്നുള്ള വാക്കിന് വളരെ അതിനകത്തൊരു കരുതലുണ്ട്, അതിനകത്തൊരു സ്നേഹമുണ്ട്, അതിനകത്ത് ഡീപ്പായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. നമ്മളിപ്പോൾ ചുമ്മാതെ ആരോടും അങ്ങനെ പറയാറില്ല. എന്നാൽ പറയുന്നത് ദൈവമുമ്പാകെ പറയുമ്പോൾ അതിന് വലിയ അർത്ഥമുണ്ട്. ഇവിടെ ദാവീദ് പറയുന്നത് എൻ്റെ ബലമായ യഹോവയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിൻ്റെ താഴോട്ടുള്ള 2ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് താൻ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് എഴുതിയിട്ടുണ്ട്. അതിലേക്ക് പോകുന്നില്ല, നമ്മളത് ഓൾറെഡി കേട്ടതാണ്. 41ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ നിലവിളിച്ചു, രക്ഷിപ്പാൻ ആരുമുണ്ടല്ല. ആരെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്? തൻ്റെ ശത്രുക്കളെക്കുറിച്ച്, ദാവീദിൻ്റെ ശത്രുക്കളെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദാവീദ് അതിന് 2ാമത്തെ വാക്യം യഹോവയോട് നിലവിളിച്ചു, അവന് ഉത്തരമില്ല. അപ്പം ശത്രുക്കൾ അവനോട് യുദ്ധം ചെയ്തു, തോറ്റുപോയി. മാത്രമല്ല അവരെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അവർ യഹോവയോട് നിലവിളിച്ചു, എന്നാൽ ദൈവം ഉത്തരം അരുളിയതുമില്ല. എന്നാൽ എന്താണ് അങ്ങനെ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ 16ാമത്തെ വാക്യത്തിൽ ദാവീദ് എഴുതിയിട്ടുണ്ട്, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് ദാവീദ് എന്ന് പറയുന്നത്. തൻ്റെ പെരുവെള്ളം പോലെ കവിഞ്ഞു വന്ന സമയത്ത് തന്നെ ഉയരത്തിൽ നിന്നൊരു കരം ഇറങ്ങി വന്ന് തന്നെ രക്ഷിച്ചു എന്നുള്ള ആ ഒരു വലിയ അനുഭവം തൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് തനിക്ക് എതിരായി വരുന്ന ശത്രുക്കളുടെ ഒന്നും യാചനകൾ ദൈവം അവിടുന്ന് കേട്ടില്ല. കാരണം ദൈവത്തിൻ്റെ മനസ്സിന് ഹൃദയത്തിന് ഒത്ത ഒരു ദാസനാണ് ദാവീദ്. അത് താഴോട്ടുള്ള വചനത്തിലെല്ലാം എഴുതിയിരിക്കുന്ന ദൈവം തന്നെ വിടുവിച്ച കാര്യങ്ങളെക്കുറിച്ച്, ഡെലിവറൻസിനെ കുറിച്ചാണ് താഴോട്ടുള്ള വചനങ്ങളിലെല്ലാം എഴുതിയിരിക്കുന്നത്. ജനത്തിൻ്റെ 43ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ജനത്തിൻ്റെ കലഹങ്ങളിൽ നിന്ന് താൻ കടന്നുപോയ സാഹചര്യങ്ങളെല്ലാം തനിക്ക് പ്രതികൂലമായിരുന്നാൽ അതിനിടയിലും തൻ്റെ ആ കലഹങ്ങൾ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിൽ വന്നു. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കുവാൻ കഴിയുക എന്നുള്ളത് കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ മാത്രമാണ്. പ്രശ്നങ്ങൾ എന്ത് കടന്നു വരട്ടെ, എന്ത് പ്രയാസം വരട്ടെ, എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ അതാണ് കലഹങ്ങളിൽ നിന്ന് കലഹക്കാരനായി തീരാതെ നമ്മളൊരു സമയത്ത് ലോകത്തിനോട് ചേർന്നൊരു കലഹക്കാരനായി, നമുക്കറിയാം ലോകത്ത് പലവിധമാകുന്ന പ്രശ്നങ്ങളും പ്രതികൂല അവസ്ഥകളിലൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ പെട്ട് ഇങ്ങനെ അലഞ്ഞു തീരാതെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നമ്മളെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് നാം ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അനേകർ ദുഃഖത്തിൻ്റെ, വ്യസനത്തിൻ്റെ, വിഷമത്തിൻ്റെ ഒക്കെ പാതയിലായിരിക്കുന്നു ഇല്ലേ? എന്നാൽ ദൈവം നമ്മളെ ഇന്ന് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് നാം ഇന്ന് ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയും, കലഹങ്ങളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. മാത്രമല്ല ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. താഴോട്ടുള്ള വാക്യങ്ങളിലൊക്കെ തന്നെ ഡെലിവറൻസ് ഉണ്ടായതും തന്നെ ദൈവം ഉയർത്തിയതുമായ കാര്യങ്ങളിലാണ് എഴുതിയിരിക്കുന്നത്. 46ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ എഴുതിയിരിക്കുന്നു, യഹോവ ജീവിക്കുന്നു. അതിന് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പ്രതികാരം ചെയ്യും. അതിൻ്റെ എല്ലാം എന്തെന്ന് പറയുന്നത്, എൻ്റെ 46ാമത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ. 2ാമത്തെ ലൈൻ എഴുതിയിരിക്കുന്നത് അവൻ ഉന്നതൻ തന്നെ. അടുത്തത് എഴുതിയിരിക്കുന്നത് പ്രതികാരം ചെയ്യും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും നാമല്ല പ്രതികാരം ചെയ്യുന്നത്, ദൈവമാണ് പ്രതികാരം ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം ചിലപ്പോൾ സ്ലിപ്പ് കൊടുത്തു വിടും, ഇവൻ ഇന്ന് ക്ലാസ്സിൽ സംസാരിച്ചു, അല്ലെങ്കിൽ പറഞ്ഞാൽ കേട്ടില്ല, ചൂയിങ്ങ വിട്ടുകൊണ്ട് വന്നു എന്നൊക്കെയുള്ള ചെറിയ കംപ്ലയിൻറ്റുകൾ എഴുതി വിടും. ചിലപ്പോൾ എനിക്ക് സംസാരിച്ച് ഇങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ പോയി ടീച്ചറോട് ചോദിക്കും,
എന്താണ് സംഭവം. അല്ലെങ്കിൽ കൊച്ചു ചിലപ്പം കരഞ്ഞുകൊണ്ടൊക്കെ വരുവാണെങ്കിൽ, കൊച്ചുനാളത്തെ കാര്യം ഞാൻ പറയുന്നത്, ഈ പ്രൈമറി സ്കൂളിൽ പിള്ളേരൊക്കെ വീട്ടിൽ വരുമ്പോൾ ഡാഡി അത് എന്നെ ടീച്ചർ ഇത് പറഞ്ഞത്, പ്രത്യേകിച്ച് ജോണി അങ്ങനെ വന്ന് പറയാറുണ്ടായിരുന്നു. അബിയും ഒട്ടും മോശമല്ല, അബിയും പറയുമായിരുന്നു. അപ്പം ഞാൻ ഇവരെ വിളിച്ചുകൊണ്ട് പോയി സ്കൂളിൽ ചെന്ന് ടീച്ചറോട് ചോദിക്കും എന്താണ് സംഭവം, എന്താ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പോൾ പറയും ഇവനിങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അവിടെ അത് ക്ലിയർ ചെയ്യും. കാര്യം ഞാൻ അവൻ്റെ കൂടെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനൊരു ബോധ്യം വരും, എനിക്കൊരാൾ സെക്യൂരിറ്റിയായി, എനിക്കൊരാൾ എനിക്ക് വേണ്ടി സംസാരിക്കാനുണ്ട്. കുഞ്ഞത് കേട്ട് തിരിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ അവൻ വളരെ വിഷമത്തിലാണ് വരുന്നത്. എന്നാൽ അവൻ തിരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ കൂടെ നമ്മളും കൂടെ ചെന്ന് ടീച്ചറോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ ഉയരുവാനായിട്ട് ഇടയാകും. അപ്പോൾ അതുപോലെയാണ് ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നമ്മൾ വളരെ കരഞ്ഞ് നിലവിളിച്ച് ഒക്കെ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുത്തേക്ക് വരും. ദൈവത്തിൻ്റെ കരം നമ്മളിലേക്ക് നീട്ടും. എന്നിട്ട് ആ പെരുവെള്ളത്തെ നമ്മളിൽ നിന്ന് മാറ്റി തരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അടുത്തുള്ള വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ എഴുതിയിരിക്കുന്നു, പ്രതികാരം ചെയ്യുന്നത് എനിക്ക് വേണ്ടി കർത്താവ് പ്രതികാരം ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടിയുള്ള പ്രതികാരങ്ങളെല്ലാം ദൈവത്തിന്, നമുക്കെന്ത് വിഷമം വന്നാലും, നമുക്കെന്ത് നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന വിഷമം വന്നാലും നാം തിരിച്ച് ഞാൻ പണ്ട് ഇങ്ങനെ എന്നാലും അവരെങ്ങനെ എന്നെ ചെയ്തല്ലോ എന്നൊക്കെ നമുക്ക് ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരും. എന്നാലും അവരങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ എന്നൊക്കെ. എന്നാൽ അത് കേട്ട് ഭാരപ്പെടരുത്. അത് കേട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അത് തന്നെ തിരിച്ച് ആ പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നേരത്തെ ഒരു കുഞ്ഞിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തെ കാണുന്ന നമ്മുടെ പിതാവുണ്ട്. നമ്മുടെ ഹൃദയം വ്യസനിക്കുന്നത് നമ്മുടെ പിതാവിന് ഇഷ്ടമല്ല. നമ്മൾ ദുഃഖിച്ചിരിക്കുന്നതല്ല നമ്മുടെ ദൈവത്തിന് ഇഷ്ടം. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഇഷ്ടമായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തി സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് തൻ്റെ സ്ഥലം ഒരുക്കത്തില്ലായിരുന്നു. നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നതും നമ്മളെ അതിനുവേണ്ടി ഒരുക്കുന്നതും. അതുകൊണ്ട് നമ്മൾക്ക് പ്രതികാരം ആരോടുമില്ല. നമുക്ക് പ്രതികാരമെല്ലാം യഹോവ തീർത്തുകൊള്ളും. അടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്നു, 48 49 വാക്യങ്ങളിൽ ദൈവം വെടിവെച്ചതിനെക്കുറിച്ചാണ്. വീണ്ടും കർത്താവിനെ ഉയർത്തുന്ന വാക്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ആ വാക്യങ്ങളിലെല്ലാം അവസാനം ശ്രദ്ധിച്ചാൽ അറിയാം. 1 എന്നെ വിടുവിക്കുന്നു, 2 എന്നെ ഉയർത്തുന്നു, 3 എന്നെ വീണ്ടും എഴുതിയിരിക്കുന്നു എന്നെ വിടുവിക്കുന്നു, 4 ഞാൻ ജാതികളുടെ മധ്യം നിനക്ക് സ്തോത്രം ചെയ്യും. ഇതിനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നത്. തൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്ന നാം ഓരോരുത്തരും സഭയുടെ മധ്യേ സാക്ഷ്യം പറയുന്നു, മറ്റുള്ളവർ മുമ്പിൽ സാക്ഷ്യം പറയുന്നു. എല്ലാം ദൈവത്തെ മറ്റുള്ളവർ മുമ്പിൽ ഉയർത്തുന്നത് തുല്യമാണ്. നമ്മുടെ ഓരോ വാക്കുകളും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന രീതിയിലുള്ള വാക്കുകളായി തീരുവാനായിട്ട് നാം പ്രാർത്ഥിക്കണം. അതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിൻ്റെ അവസാനം മാത്രം ഞാൻ പറയാം. ദാവീദിനും 50-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ, എന്നേക്കും അവർക്ക് അനുഗ്രഹം ഉണ്ടാകുവാൻ തക്കവണ്ണം ദാവീദ് ദൈവത്തോട് ചേർന്നിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പേരൻസ് ആയിരിക്കും നാം ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ ലൈഫ് മാറുവാൻ ഇടയായിത്തീരണം. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരായി തീരണം. 3 കാര്യങ്ങളാണ് എൻ്റെ ഒരു സമ്മറി ആയിട്ട് 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ, വി ഷുഡ് ലവ് ദ ലോഡ് അവർ സ്ട്രെങ്ത് ആൻഡ് അവർ സാൽവേഷൻ. 2 പറയുന്നത്, വി ഷുഡ് കോൾ ഓൺ ഹിം ഇൻ എവറി ട്രബിൾ ആൻഡ് പ്രേസ് ഹിം ഫോർ എവറി ഡെലിവറൻസ്. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, വി ഷുഡ് എയിം ടു വാക്ക് വിത്ത് ഹിം ഇൻ ഓൾ റൈറ്റ്യസ്നെസ് ആൻഡ് ട്രൂ ഹോളിനെസ്. അപ്പോൾ ദൈവത്തോട് എല്ലായ്പ്പോഴും ദൈവത്തെ സ്നേഹിക്കണം. മാത്രമല്ല ദൈവം നമ്മുടെ സ്ട്രെങ്ത് ആയിരിക്കണം, നമ്മുടെ ബലമായിരിക്കണം. 2-ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ട്രബിളിലും നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരായിരിക്കണം. ഒപ്പം നമുക്ക് ഡെലിവറൻസ് കിട്ടുമ്പോൾ, നമുക്കൊരു വിടുതൽ കിട്ടുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. 3-ാമത്തേതെന്ന് പറഞ്ഞാൽ, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയോടെയും വിശുദ്ധിയോടെയും കൂടെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുക എന്നുള്ളതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വീക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് വീക്ക്. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.